ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വരുന്ന 18-ാം തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ബ്രസീലിലെ പ്രമുഖ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അതായത് ഒരു സ്പോട്ട് ഇനി അവശേഷിക്കുന്നുണ്ട്, അവസാനത്തെ സ്പോട്ടാണ്. അതിനുവേണ്ടി 2 താരങ്ങളാണ് നിലവിൽ ഫൈറ്റ് ചെയ്യുന്നത്. ഒരാൾ നെയ്മർ ജൂനിയർ ആണ്. അതായത് നെയ്മറെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കാർലോ ആഞ്ചലോട്ടി ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ആ അവസാനത്തെ സ്പോട്ടിൽ നെയ്മറെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ ആൻഡ്രേ സാന്റോസിനെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിലാണ് കാർലോ ആഞ്ചലോട്ടിക്ക് ഇനി തീരുമാനം എടുക്കേണ്ടത്. അതായത് നെയ്മർക്ക് ഇപ്പോൾ വെല്ലുവിളിയായി നിലകൊള്ളുന്നത് ആൻഡ്രേ സാന്റോസ് ആണ്. ആ സ്പോട്ടിന് വേണ്ടി നെയ്മറോട് ഫൈറ്റ് ചെയ്യുന്ന താരം അത് മധ്യനിര താരമായ ആൻഡ്രേ സാന്റോസ് ആണ് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മധ്യനിരയിലേക്ക് ഒരു താരത്തെ കൊണ്ടുവരണോ അതല്ലെങ്കിൽ മുന്നേറ്റ നിരയിലേക്ക് നെയ്മറെ കൊണ്ടുവരണോ എന്ന കാര്യത്തിലാണ് ഇനി കാർലോ ആഞ്ചലോട്ടിക്ക് തീരുമാനം എടുക്കേണ്ടത്. വരുന്ന ഞായറാഴ്ച നെയ്മർ ജൂനിയർ സാന്റോസിന് വേണ്ടി ഒരു മത്സരം കളിക്കുന്നുണ്ട്. അതിനുശേഷം കാർലോ ആഞ്ചലോട്ടി തന്റെ തീരുമാനം കൈക്കൊള്ളും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മുന്നേറ്റ നിരയിൽ സെന്റർ ഫോർവേഡ് ആയിക്കൊണ്ട് ജാവോ പെഡ്രോയെയാണ് കാർലോ ആഞ്ചലോട്ടി പരിഗണിക്കുന്നത്. എന്നാൽ ഫ്ലമംഗോയുടെ സ്ട്രൈക്കറായ പെഡ്രോയെ കൊണ്ടുവരണം എന്ന ഒരു അഭിപ്രായം ബ്രസീലിനകത്തെ ചിലർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും ഒരു സംശയം ഇപ്പോൾ ജനിച്ചിരിക്കുന്നു എന്നാണ് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ജാവോ പെഡ്രോയെ ഉൾപ്പെടുത്തണോ അതല്ലെങ്കിൽ ഫ്ലമംഗോയുടെ സ്ട്രൈക്കറായ പെഡ്രോയെ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ കൂടി ഒരു അന്തിമ തീരുമാനം ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്ക് എടുക്കേണ്ടതുണ്ട്. ഏതായാലും നെയ്മർക്ക് ഇപ്പോൾ വെല്ലുവിളി അത് ചെൽസിയുടെ മധ്യനിര താരമായ ആൻഡ്രേ സാന്റോസ് ആണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.